വയനാട് കിങ്സ് ഫ്ലോറ ഓർഗാനിക് ഫാമിൽ ഏപ്രിൽ 25, 26, 27 ദിവസങ്ങളിലായി വളരെ മനോഹരമായ ഒരു പ്രദർശനം, പ്രത്യേകിച്ച് കാർഷിക വിളകളുടെ ഫുഡ് ഫോറസ്റ്റ് റിട്രീറ്റ് 2025 എന്ന പേരിൽ സവിശേഷമായൊരു പരിപാടി നടക്കുകയുണ്ടായി. പാരമ്പര്യമായ കൃഷി രീതിയും കാർഷികോൽപ്പന്നങ്ങളുമെല്ലാം പ്രദർശനത്തിനെത്തി. 40-ൽ പരം വൈവിധ്യമാർന്ന ചക്കകൾ, അത്രത്തോളം തന്നെ വൈവിധ്യമാർന്ന കാച്ചിലുകൾ, അതുപോലെ തന്നെ വിവിധതരം നാട്ടുമാങ്ങകൾ, അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഓർഗാനിക്കായി ഫാം ചെയ്യുന്ന വിവിധതരം കാർഷിക വിളകളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടും രുചിച്ചുകൊണ്ടുമുള്ള പരിപാടിയിലേക്ക് കാലൂന്നിയുകൊണ്ട് മണ്ണിനെ പ്രണയിക്കുന്ന ആളുകൾ പണിതൊരുക്കിയിരിക്കുന്ന മനോഹരമായ ഇടമാണിത്. ജൈവ കാർഷിക രീതിയുടെയുള്ള വിഭവങ്ങൾ വിളയിച്ചെടുത്ത് അത് കഴിക്കുകയും ആ ഒരു സംസ്കാരം, അഗ്രികൾച്ചർ തന്നെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ വികസിപ്പിക്കാനും വളർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. It was a common plant in a paddy for a long time. Now because of all this use of pesticides and all, it's all getting vanished and nobody knows about how to use it. Yeah. So we need more Selimka. Any plants വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. So we are having a walk, so you can ask any plants in the walk, so he will identify Selim. Okay, let's walk. നട്ടു വളർത്തുന്ന എല്ലാത്തിൻ്റെയും വന്യ ഇനങ്ങൾ നമ്മുടെ കാടുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. So whatever we are growing in our landscape, right? So all those ornamental plants, wild species we can find in Wayanad. So which has the medicinal plants and very traditional, all those things are there in Wayanad forest. അതിൽപ്പെട്ട ഒരു പ്രധാന പ്ലാന്റാണ് ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സ്. നമുക്ക് കോക്കനട്ട് ഓയിൽ അറിയാം, പാം അറിയാം, പക്ഷേ വൈൽഡിലെ ഒരു ഓയിൽ ഈൽഡിങ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് നമുക്ക് ഓയിൽ എടുക്കാൻ കഴിയും. ഇതിൻ്റെ ലോക്കൽ നെയിം മരോട്ടി എന്നാണ്. So this is the one which is wild. We can extract the oil from the seed. So this is called in Malayalam Marotikaya. ഇത് കൺസർവേഷൻ We have the fruits there. Yesterday I have showed you guys, right? Marotikaya is there with the fruited one there. Yeah. ഇതിൻ്റെ ഒരു കൺസർവേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സ് എൻഡമിക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. IUCN സ്റ്റാറ്റസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. Red ലിസ്റ്റിലുള്ളത് ലിസ്റ്റിലുണ്ട്. ആയുർവേദിക് അതിന് യൂസ് സ്കിൻ ഡിസീസിന് ഉപയോഗിക്കുന്നുണ്ട്, കറുപ്പിന് ഉപയോഗിക്കുന്നുണ്ട്. It is endemic to Western Ghats. നമുക്ക് അല്പം പ്രകൃതിദത്തമായ പാനീയങ്ങൾ ഇവിടെ നിന്ന് നുകരാം. ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും നമ്മൾ പ്രായോഗികമായി കൃഷി രീതികളെയും കാർഷിക രീതിയെയൊക്കെ പഠിക്കുകയാണ്. No, that's it. No. Down. You're going to touch that one. No. It's not ready. നട്ടും വിളവെടുത്തും അറിഞ്ഞാസ്വദിച്ചുമുള്ള യാത്ര നമുക്കല്പം ഇനി പരമ്പരാഗത കലാരൂപങ്ങളിലേക്ക് കൂടി പ്രവേശിക്കാം.